ശ്രീ സുരേഷ് കുമാറാണ്, ശ്രീകാര്യത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേഷ് കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാറേ, ഞാൻ വളരെ ദുഃഖിതനാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇന്നലെ ആ ഒരു അറ്റംപ്റ്റിലെ പുള്ളി അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഈ മാനവരാശി രക്ഷപ്പെട്ടു പോയത്. അയ്യോ, നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ശ്രീ സുരേഷ്. അങ്ങനെ അല്ല, താങ്കൾ പറഞ്ഞത് ഒരാൾ മരണപ്പെടണം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ശരിയല്ല. ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കാം, നമുക്ക് ആരെ വേണമെങ്കിലും എതിർക്കാം. പക്ഷേ ഒരാൾ മരണപ്പെട്ടു പോകണം എന്ന് പറയുന്നത് മാനുഷികമായി ശരിയല്ല. അല്ല, നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവർ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഒരു വലിയ വിപത്തുകളുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യമല്ലല്ലോ. ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ചെയ്യണം? അയാൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. എന്നാൽ അമേരിക്കയെ നേരിട്ട് ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ? അവരവിടെ പോയിട്ട് ഒരു മുട്ടുസൂചി ഇടാൻ പറ്റുമോ? അദ്ദേഹം അയൽ രാജ്യങ്ങളിൽ, അതായത് ഞാൻ ഇവിടെ ശ്രീകാര്യത്തിരിക്കണം, ഞാൻ പാലക്കാടുള്ള ഒരു വീട്ടിൽ പോയി അടിയുണ്ടാക്കുക. എന്റെ വീട് സേഫാണ്. അതിന് പാവപ്പെട്ട കുറെ രാജ്യങ്ങളെ ഇയാള് കൈക്കലെടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയും പലതരത്തിൽ ഓരോ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഇന്ത്യയും അദ്ദേഹത്തിന്റെ ബ്ലാക്ക് മെയിലിലുള്ള ഒരു നേതൃത്വത്തോട് ഭരിക്കണമെന്നും ഞാൻ അങ്ങ് വിശ്വസിച്ച് പോവുക. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും അവരുടെ നമ്മളൊക്കെ ഒരു ഭരണകൂടം ഉണ്ടെങ്കിലും ആ ഭരണകൂടത്തിനെയും എന്ത് ചെയ്യുന്ന ഹൈജാക്ക് ചെയ്തത് ഒരു സൂപ്പർ പവറായിട്ട് അമേരിക്ക ഉണ്ട് എന്നൊരു തോന്നല് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്കിപ്പം അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങണമെങ്കിൽ ട്രംപ് പറയണം, അവിടെ നിന്ന് വാങ്ങണമെങ്കിൽ ട്രംപ് പറയണം. ഇത് നമ്മളെ പോലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രാജ്യം, ഇതിനേക്കാളും പാവപ്പെട്ട രാജ്യത്തിനെയൊക്കെ വിരട്ടി ഭീഷണിപ്പെടുത്തി ഇദ്ദേഹത്തിന് വേറെ എന്താ കിട്ടാനുള്ളത്? ഇദ്ദേഹത്തിന് സമ്പത്താണ്. ആ അമേരിക്കയിലെ അവരെ പൗരന്മാർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ലോകത്തുള്ള മാനവരാശിയെ മൊത്തം ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാള് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇവിടെ വിളിച്ച് പറയും. പറയാം, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷെ ആരായാലും മരണം അടയണം എന്ന തെറ്റായ വശമുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചു. അല്ല, ഇവര് ഈ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ എത്ര പേരെ? അത് ശരിയാണ്, ഞാൻ അതിലൊന്നും വിയോജിക്കുന്നില്ല. ഈ പാലസ്തീനിന്റെ നേതാവിനെയും ഇറാന്റെ നേതാക്കന്മാരെയും എല്ലാം കൊലയല്ലേ ചെയ്തത്? അവരും മനുഷ്യരല്ലേ, അതിനും അവര് സന്തോഷിക്കുകയല്ലേ? അപ്പൊ എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് അതിന് ഇഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാര്, മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആൾക്കാര്, ഒരു ജീവിയാണെങ്കിലും പാമ്പ് പോലെ തന്നെ വലിയ ഉപദ്രവകാരിയാണ് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ തോന്നല്. ഓക്കെ സാർ. ശരി സുരേഷ് കുമാർ, അത് താങ്കൾക്ക് ഓരോരുത്തർക്കും തരത്തിൽ ചിന്തിക്കാനുള്ള കാരണങ്ങൾ പലതുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശ്രീ ജയനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജയൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. തൃശ്ശൂർ പൂരം ആളുകളുടെ കുറവൊന്നും ഇല്ലാതെ തന്നെ ആളുകളുടെ ആധിക്യത്തോടു കൂടി തന്നെ എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് അവസാനിച്ചു. വെടിയും ഇടിയും മാത്രം ഉണ്ടായില്ലെന്ന് മാത്രം. അപ്പൊ ഒരു ചർച്ച കൂടി വെക്കണം. ഉണ്ടാക്കി വെച്ച ഈ വെടിക്കോപ്പുകളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച കൂടി വെച്ചാൽ നന്നാകും. ഇനി വിഷയത്തിലേക്ക്, ഈ ട്രംപ് ചെയ്തത് നാടകമാണ് എന്ന് തന്നെ, വിഷയം തന്നെ നാടകമാണ് ആണോ എന്നുള്ളതാണ്. ഇവിടെ പ്രതികരിച്ചിട്ടുള്ള പലരും നാടകമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ ഒരു സ്ഥലത്ത്, ഇത്രയും വലിയ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത്, ഇപ്പൊ പണ്ട് ഇന്നലെ രാജീവ് ഗാന്ധിനെ തോക്കുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അടിച്ചല്ലോ എന്നതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ദേഷ്യം വന്നിട്ട് ചെയ്തതായിരിക്കും. അപ്പം നുഴഞ്ഞു കയറി ഒന്നും ആകാനായിട്ടുള്ള സാധ്യതയില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പ്രധാനമായി ഉയർന്നത്. ഇത് ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തെ ആളുകൾക്ക് തന്നെ ട്രംപിൻ്റെ നയങ്ങളോട് വിരോധമുള്ള ആളുകൾ അവരുടെ പ്രതിഷേധം എന്ന നിലയിൽ ചെയ്തതാവാം. അതിനോടൊപ്പം തന്നെ ചേർത്ത് വച്ചിരിക്കുന്ന അഭിപ്രായം, ഈ സുരക്ഷാ മുൻകരുതലുകളൊക്കെ മറികടന്ന് പലപ്പോഴും അത്തരം സുരക്ഷാ വീഴ്ചകളൊക്കെ ഏത് വലിയ സുരക്ഷയ്ക്കും ഉണ്ടാവാറുണ്ട്, അങ്ങനെ ചെയ്താവും എന്ന് പറഞ്ഞൊരു അതല്ല. ഇത് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ നേരിടുന്ന ആഭ്യന്തരമായ കടുത്ത എതിർപ്പുകൾ, അദ്ദേഹത്തിൻ്റെ നയങ്ങളോടുള്ള എതിർപ്പുകൾ, അതിനെയൊക്കെ മറികടക്കാനും വിഷയം മാറ്റാനും വേണ്ടി ട്രംപ് തന്നെ ആസൂത്രണം ചെയ്ത ഒരു നാടകമാണ് എന്ന് സംശയിക്കുകയും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഇനി ഒരു വേള ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിൽ ദുഃഖമില്ല എന്ന് പറഞ്ഞവർ പോലുമുണ്ട്. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മുൻ പ്രവൃത്തികളൊക്കെ ആളുകളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് അത് അർത്ഥമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.